കാസർഗോഡ് ചെന്നിക്കരയിൽ മൃതദേഹം സംസ്കരിക്കാൻ സംവിധാനങ്ങളില്ല. നഗരസഭയ്ക്ക് കീഴിലുള്ള ഏക പൊതുശ്മശാനമായ ചെന്നിക്കര വാതക ശ്മശാനം പ്രവർത്തിക്കാതെയായിട്ട് 6 മാസം കഴിഞ്ഞു. നാട്ടിൽ ആര് മരിച്ചാലും മൃതദേഹവുമായി നാട് ചുറ്റേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട്. കാസർഗോഡ് നഗരസഭയ്ക്ക് കീഴിലുള്ള വാതക ശ്മശാനം യന്ത്രത്തകരാറിന്റെ ഏകദേശം 6 മാസം പിന്നിട്ടു. എന്നാൽ ഇപ്പോഴും അതിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ്. നമുക്കറിയാം, ഒരു മൃതദേഹം വന്നാൽ തന്നെയും അത്തരത്തിൽ മൃതദേഹത്തോട് കാണിക്കുന്ന ഒരു മര്യാദ എന്ന് പറയുന്നത് പെട്ടെന്ന് ദഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ അത്തരത്തിലൊരു പെട്ടെന്ന് ദഹിപ്പിക്കാനുള്ള ഒരു സംവിധാനമില്ല. നഗരസഭാ കൗൺസിലർ ലളിത ചേച്ചി, എന്താണ് ഇപ്പോൾ കുറെ മാസമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലേ ഈ വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല? ഇത് ഏകദേശം ഒരു 15 കൊല്ലത്തിന് മുമ്പാണ് ഇതിൻ്റെ തറക്കല്ലിട്ടത്. അതിനുശേഷം കുറേ എന്തെല്ലാം അതിൻ്റെ ലൈറ്റ്, അതിൻ്റെ മറ്റേ ഇത് ജനറേറ്റർ, ഈ വിഷയത്തിലെല്ലാം അത് നീണ്ടു പോയി. ഇത് എപ്പോൾ നോക്കിയെങ്കിൽ ഒരു 6 മാസം നേരം ഉണ്ടെങ്കിൽ, പിന്നെ 2 മാസം നേരം ഉണ്ടെങ്കിൽ 6 മാസം കേടാണ്ടാണ്. ഇത് നിരന്തരം കൗൺസിൽ യോഗത്തിൽ നിരന്തരം പറയുന്നു. ഏത് കൗൺസിലറോട് നിങ്ങൾ ഇതിനെ പോയിട്ട് അന്വേഷിച്ചെങ്കിൽ ഈ വാതക ശ്മശാനത്തിൻ്റെ കാര്യം പറയാതെ കൗൺസിൽ യോഗം ഇല്ല. എല്ലാ കൗൺസിൽ യോഗത്തിലും പരിഹാരമില്ല. എന്നിട്ട് ആ സമയത്ത് ഇത് ഞങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന് നോക്കുന്നുണ്ട്, പിന്നെ വേഗം ഇത് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഈ ശ്മശാനം ഈ ചെന്നിക്കര വാർഡിലേക്ക് മാത്രം ഉണ്ട ശ്മശാനം അല്ല ഇത്. ഈ 38 വാർഡിലേക്ക് ഉണ്ട ശ്മശാനാണ് ഇത്. ഈ യന്ത്ര തകരാറിന് പരിഹാരമില്ല എന്നുള്ളതാണോ? അല്ല, യന്ത്ര തകരാറിന് പരിഹാരമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ അത് കമ്പനി ഈ യന്ത്രം ഇതാക്കുമ്പോഴേക്ക് കമ്പനിക്ക് തന്നെ അതിനുള്ള ഒരു അഗ്രിമെൻറ്റും കാര്യങ്ങളും വ്യവസ്ഥയുണ്ട്. 3 മാസത്തേക്ക് ഒരിക്കൽ അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യണം. അതായത് അതിൽ കാർബൺ പിടിക്കുന്നുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ഇതിലെ കൂടി ആ പുകയിലൂടെ പുക പുറത്ത് പോകും. അപ്പോൾ അതെല്ലാം ചെയ്തില്ലെങ്കിൽ ഇനി സമയമെടുക്കുമ്പോൾ അത്ര തന്നെ ഗ്യാസിൻ്റെ നഷ്ടമുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കൂടി നമ്മുടെ മുനിസിപ്പാലിറ്റി വളരെ ലാഘവത്തോടു കൂടിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ഈ ഒരു കാര്യത്തിൽ ഇത്രയും ലാഘവത്തോടു കൂടി കാണുമെന്ന് തോന്നുന്നില്ല. അതുതന്നെയാണ് ആളുകളുടെ ആശങ്കയാണ് അവർ പറയുന്നത്. മൃതദേഹം വന്നാൽ തന്നെയും ഇത്തരത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് മറ്റുള്ള പഞ്ചായത്തുകളിലുള്ള വാതക ശ്മശാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഈ ഒരു ചെന്നിക്കര നാട്ടിലുള്ള ആളുകൾക്കും. എന്തായാലും അധികാരികൾ ഇതൊക്കെ കണ്ടൊന്ന് പരിഹരിച്ചാൽ ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.